ഇതെന്താന്ന് മനസ്സിലായ? ഇതെൻ്റെ ജ്വല്ലറിയാ, ജീസസ് ഗോൾഡ്, സ്ഥലം കമ്പിലാന്ന്. ഇത് കണ്ട, ഇവിടെ ഇങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇത് ഞാൻ പണിഷ്മെൻറ്റ് കൊടുത്തതല്ലേ, അവരെന്നെ സ്വമേധയാ ചെയ്യുന്നതാണ്, അവരെ ആരോഗ്യത്തിന് വേണ്ടി. ഇതിനെപ്പറ്റി ഞാൻ ഉണ്ടല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹായ് മമ്മി, പോവാം. സൗന്ദര്യമില്ല, ലൈറ്റായി പോയാ? ശരി, എന്നാൽ പിന്നെ കയറിക്കോ. അപ്പോൾ ഇതാ മമ്മീനെയും കൊണ്ട് ഞാനിതാ കമ്പിലേക്ക് പോകുന്നത്. ഇവിടുന്ന് കമ്പിൽ വരെ നടക്കാൻ പഠിച്ചിട്ട് ഷോപ്പിലുള്ള എന്നെ വിളിച്ച് വരുത്തി ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ മമ്മീൻ്റെ മടി, നടക്കാൻ അത്രയും മടിയാണ് നമ്മൾ എന്നുള്ളത് പറയാണല്ലോ അമ്മേ. ശരി, അപ്പം ഇവിടെ അതുകൊണ്ടാണോ? ഓ ശരി, ഓക്കെ എന്നാല്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ശ്രുതിനെ ബസ് കയറ്റി വിടണം. ശ്രുതിക്ക് കണ്ണൂർ പോകാനുള്ളതാണ്, അവിടെ ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതിയെ ബസ് കയറ്റി പിന്നെ ഒരു ടാറ്റയെല്ലാം പറഞ്ഞിട്ട് അടുത്ത് പോക്കില്ലട്ടാ. ഓള് പോകുമ്പോൾ ഞാനവിടെ നിന്നിട്ടില്ലെങ്കിൽ ഓള് വന്നിട്ടാകുമ്പോൾ ചോദിക്കും, എന്താ നിങ്ങളവിടെ നിൽക്കാൻ ടാറ്റ പറയാൻ ചോദിക്കും. അതുകൊണ്ട് ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഇതാ നമ്മളെ ഷോപ്പിലേക്ക് കയറുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജീസസ് ഗോൾഡ്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നമ്മളെപ്പറ്റി നന്നായിട്ട് അറിയാം കേട്ടോ. പക്ഷേ നമ്മൾ ഷോപ്പിനെ പറ്റിയിട്ടുണ്ടല്ല മിക്ക ആൾക്കും വലിയ ധാരണയില്ല. കാരണം കുറേ ദൂരത്തു നിന്നുള്ളവരുണ്ടല്ലോ നമ്മളെ വീഡിയോ കാണുമ്പോൾ വലിയൊരു ജ്വല്ലറിയാണെന്ന് വിചാരിക്കുവേ. പക്ഷേങ്കിൽ ഞാൻ സത്യം പറയാമല്ല, നമ്മുടെ ഷോപ്പ് ഒരു ചെറിയൊരു ജ്വല്ലറിയാണ്, അത്ര വലുതൊന്നുമല്ല. ഈ കാണുന്ന വലുപ്പേ ഉള്ളൂ. വീഡിയോ കാണുമ്പോൾ ഭയങ്കര വലുപ്പമായിട്ട് തോന്നുന്നുള്ളതാണ് കാര്യം. ഇനി തുടക്കത്തിൽ കണ്ട ആ സ്കോട്ടഡിനെ പറ്റി കാര്യം പറയാം. ഇത് കണ്ട, നിങ്ങൾ 20 സ്കോട്ട് ആണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ 100 രൂപ അവർക്ക് കിട്ടും. അതുപോലെ 10 സ്കോട്ട് പെണ്ണുങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 100 രൂപ കിട്ടുക. പർച്ചേസ് ചെയ്തവർക്ക് മാത്രമാണ്. പിന്നെ ഇത് കണ്ട, ഈ ഒരു മിഷൻ നമ്മുടെ ഷോപ്പിലുണ്ട്. ഇതൊരു വൈബ്രേറ്റിംഗ് മിഷനാണ്, ഓൾ ബോഡി എക്സസൈസിന് പറ്റുന്നൊരു സാധനമാണ്. ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ മതി, നമ്മളെ തടി മൊത്തം അതൊന്ന് ഇളക്കി തരും. ശരിക്കും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മൊത്തം ഓടും, നമ്മുടെ ശരീരം മൊത്തം ഒന്ന് അനങ്ങും. നമ്മളൊരു വ്യായാമം ചെയ്ത ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ചെറിയ വ്യായാമം ഞാൻ ചെയ്യാറ്. ഇനി ഇവിടെ വരുന്നവർക്കുണ്ടല്ലോ ഈ മിഷൻ്റെ മുകളിൽ കയറി നിൽക്കണമെന്നാണ് നമ്മുടെ റൂൾസ്. നിർബന്ധമായും കയറി നിൽക്കണം. അതായത് നമ്മളെ ജ്വല്ലറിയിൽ വന്ന് സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ബില്ലടിക്കുന്ന ചെറിയൊരു ടൈമുണ്ട്. ചിലപ്പം 1 മിനിറ്റ്, ചിലപ്പോൾ 5 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. ആ സമയം നിർബന്ധമായിട്ടും ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കണമെന്നാണ് നമ്മളെ ജ്വല്ലറിയിലെ റൂൾസ്. അപ്പോൾ അത് നമ്മളെ ഷോപ്പിൽ വരുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയൽ. നമ്മൾ ഒരു ദിവസത്തിലെ ഒരു 5 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ വ്യായാമം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ പറയുന്നു, ഈ ബില്ലടിക്കുന്ന 5 മിനിറ്റ് മതി. ആ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളെ ശരീരത്തിന് ചെറിയ രീതിയിൽ ഒരു വ്യായാമം നടക്കുകയും ചെയ്യും. അത് നിങ്ങളെ ആരോഗ്യത്തിന് നല്ല സ്വാധീനിക്കുകയും ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനുള്ള. എന്തായാലും നമ്മളെ ഷോപ്പിൽ വരുന്നവരെല്ലാം ഉണ്ടല്ലോ നല്ല താല്പര്യത്തോടെയാണ് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാണ്ടല്ലോ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ സൂചി കയറാന്നേ. ഈ കാണുന്ന സമ്മാനമെല്ലാം കണ്ട, ഇത് സൂചി എറിഞ്ഞിട്ട് സമ്മാനം നേടിയവരാന്നേ. നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ആരോഗ്യപരമായും മാനസികപരമായും നല്ല ഒരു അനുഭവം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ. ഇനി ഈ സൂചിയർ കഴിഞ്ഞിട്ട് നമ്മണ്ടല്ല ബില്ലാക്കിയതിന് ശേഷമാണ് അടുത്ത പരിപാടി സ്കോട്ടടി. അതായത് നിങ്ങൾ ഈ പറയുന്ന ആണുങ്ങൾ 20, പെണ്ണുങ്ങൾ 10 സ്കോട്ട് അടിച്ചാൽ 100 രൂപ നിങ്ങൾക്ക് കയ്യിൽ തരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 100 രൂപ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുക, ഇതിനെപ്പറ്റി നല്ലൊരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ജ്വല്ലറിയും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ ജ്വല്ലറിക്കും എല്ലാ സ്ഥാപനത്തിനും ഇങ്ങനെ ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്തായാലും ഈ വീഡിയോ കാണുന്നവരുണ്ടല്ലോ നിങ്ങളൊരു അഭിപ്രായം എന്തായാലും പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ജ്വല്ലറിയിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ സമയം ഇപ്പം ഉണ്ടല്ലോ വൈകുന്നേരമായിട്ടുണ്ട്. മമ്മി കണ്ണൂരിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊറിയറിൽ 2 സാധനം വന്നേ. ആര് ഓർഡർ ചെയ്തതെന്ന് ഡൗട്ട്. മമ്മി ഓർഡർ ചെയ്തതെന്നോ ഞാൻ ഓർഡർ ചെയ്തതെന്നോ ആകെ ഡൗട്ടായി. കാരണം ഇത് കുറച്ച് മുമ്പേ ഓർഡർ ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് എന്തായാലും സാരല്ല, ഇവിടുന്ന് പൊളിക്കണ്ട, വീട്ടിൽ പോയിട്ട് പൊളിക്കുക, സർപ്രൈസായിട്ട്. മക്കളുണ്ടാവില്ല, അപ്പോൾ മക്കളൊരു കളിസ്ഥാനം ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞു മക്കൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ പറഞ്ഞിട്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയേ. ഹലോ, ഹായ്, മക്കളിതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പിന്നെ എന്താ ഓർഡർ ചെയ്ത സാധനം നോക്കിയേട്ടെ. ഷോപ്പിലെ തിരക്കും ബിസിനസ്സും ടെൻഷനും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ വേറെ തന്നെ ഒരു സുഖമാണ്. മക്കളെപ്പറ്റി ഇങ്ങനെ അങ്ങ് കളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ മൈൻഡ് കംപ്ലീറ്റ് അങ്ങ് ശാന്തമാവും. നമ്മളെ വീടും നമ്മളെ മക്കളുണ്ടല്ലോ
നമുക്ക് സന്തോഷവും സമാധാനം തരുന്ന മറ്റൊരു ലോകമാണ്. അപ്പോൾ ഇതാ ദേവൂട്ടൻ്റെ എന്തോ സർപ്രൈസ് ഗിഫ്റ്റാണ്. ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസമായതുകൊണ്ട് എന്നാണ് ഏതാണെന്ന് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് എല്ലാവരും ത്രില്ലില്ല. മമ്മിയും ത്രില്ല്, പപ്പയും ത്രില്ല്, മക്കളും ത്രില്ലിലുള്ള. അച്ചു വന്നായത് പറഞ്ഞട്ടെ പറഞ്ഞേ അതല്ല അടുത്തടുത്ത് കണ്ട ഓ അടിപൊളി സാധനാണല്ല. ഓ ഇത് ഇപ്പൊ ഓർമ്മ വന്നേട്ടാ. ഏട്ടന് സമ്മാനം വാങ്ങിയോണ്ട് അനിയത്തി ഓടി. ഇതാ മറ്റാള് പോന്ന ഏട്ടനെ വാങ്ങിയോണ്ട് രണ്ടും മുങ്ങിയേട്ടാ. അതല്ലപ്പോ മോനെ അവർക്കും കൊടുക്കൂലേ ഓടിക്കാ. ഇഷ്ടമില്ലേ? വെരി ഗുഡ്. അപ്പൊ ഇത് ദേവൂട്ടിനാണ് പപ്പ വാങ്ങിക്കൊടുത്ത ഇതെന്നാടാ ഞണ്ട. അമ്മപ്പാ നോക്കാലോ. ഇത് കാണുമ്പോ പോലെ ഉണ്ടല്ലേ. എങ്ങനെയാന്ന് പറഞ്ഞത്? മതിയാ? ഓ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലോ അല്ലേ. അത് ചാർജ് ആക്കിട്ട് യൂസ് ചെയ്തോ അല്ലേ. പിന്നെ മമ്മി ഓർഡർ ചെയ്ത സാധനമാണ് അടുത്ത അൺബോക്സിങ്. വലിയ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കുന്ന സംഘം നിരവുക. ഇത് മമ്മി എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത ടവലാണ് കേട്ടോ. എൻ്റെ ടവലെല്ലാം മോശമായിനി. അങ്ങനെ കുറച്ച് ടവലും എനിക്ക് കിട്ടി. അപ്പോൾ സർപ്രൈസ് എല്ലാം കഴിഞ്ഞേ. ഇനി പിണങ്ങിപ്പോയ നമ്മളെ 2 പെമ്മക്കളെയും അകത്തേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടി പപ്പ വീണ്ടും പുറത്തു പോയി. ഇതാ ഭയങ്കര സൊള്ളിലാന്നേ. ഞാൻ പറഞ്ഞു മക്കൾക്കും ഇഷ്ടമുള്ളത് വാങ്ങിത്തരാം, മൊബൈലിൽ നോക്കിയിട്ട് ഏതാ വെച്ചാൽ ഓർഡർ ചെയ്താലും പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് ഇതാ 2 പെമ്മക്കളും അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു രസമാണ് കേട്ടോ. മക്കളെല്ലാം കൂടെ ഇങ്ങനത്തെ കളി ഇതെല്ലാം വലുതായിട്ട് നമുക്കിത് കണ്ട് ആസ്വദിക്കാമല്ല ഇങ്ങനെ ചാനലുള്ളതുകൊണ്ട്. ചേട്ടാ നമ്മളെ ഡാൻസും കളിക്കല്ലേ അതേവാ. വേറെ പാട്ട് മാറിയല്ലേ? അടിപൊളിയല്ലേ? ഓരോ പാട്ടുണ്ടല്ലോ ഇതിനകത്ത്. നമുക്ക് തരാൻ പറ്റുന്നുണ്ട് ചാർജ് ആക്കിയിട്ട്. ഓ ഇഷ്ടംപോലെ മ്യൂസിക് ഉണ്ട് കേട്ടാ. എന്ത് കൽപ്പല്ലേ. എടുത്തോട്ടും വളത്തോട്ടും എന്തൊരു ജീവി ഇത്. ഇഷ്ടപ്പെട്ടാ? ഹാപ്പി? ഞാൻ ജീവിതത്തിൽ കണ്ടില്ല ഇങ്ങനെ കളിച്ചാണ്. ഇത് നേർക്കും സാധാരണ നേർക്കല്ലോ, ഇത് സൈഡോട്ടും വളഞ്ഞിട്ട്. എന്താ വീട്ടിലെത്തി ഈ കളിസാധനം കാണുമ്പോണ്ടല്ല സത്യം പറയല്ല നമ്മൾ ശരിക്കും കുട്ടികളായി കേട്ടാ. ഈ കാണുന്ന ആൾ വിചാരിക്കും ഇയാൾ വല്ല ജ്വല്ലറി മുതലാളിയാണ്, അപ്പം എന്നാൽ ഭയങ്കര പക്വതയായിരിക്കും, ഭയങ്കര ഏറെ വിടുത്തായിരിക്കും എന്നല്ലാന്ന്. സത്യം പറയല്ല എനക്കൊക്കെ കുട്ടികളായി ജീവിക്കാനാണ് ഏറ്റവും ഇഷ്ടം. നമ്മളുള്ള സമയം നല്ല എൻജോയ് ആയി ജീവിക്കുക, അല്ലാണ്ട് മറ്റുള്ളവർ മുമ്പിൽ വെറുതെ ശ്വാസം പിടിച്ച് ഏറെ പിടിച്ച് അഭിനയിക്കാമെന്ന് എന്നെക്കൊണ്ടാവില്ല. അതിലൊന്നും വലിയ സുഖമില്ല. ഇങ്ങനെ ചിരിച്ച് കളിച്ച് മനസ്സ് തുറന്ന് ജീവിക്കുന്നതാണ് ഏറ്റവും സന്തോഷം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കണ്ടല്ലേ. രാവിലെ ശ്രുതിൻ്റെ ഡ്യൂട്ടിക്ക് പോകും മുതൽ നമ്മളെ ഷോപ്പിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ ഇപ്പം ഇതാ മോന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് യാദൃശ്ചികമായിട്ടല്ലേ മുന്നപ്പേ ഓർഡർ ചെയ്താണ്. ഇപ്പം ആ സാധനം വന്ന് അതുകൊണ്ട് ഇതാ മക്കളെ സന്തോഷവും പിന്നെ 2 മക്കളെ ദുഃഖവും നിങ്ങൾ കണ്ടല്ലേ. ഇപ്പം ദുഃഖം ഏതാണ്ട് മാറിയില്ല കേട്ടാ. അല്ലേ ജാനു? ദുഃഖം മാറിയില്ലേ? അപ്പൊ വാങ്ങിത്തരുന്ന് പറഞ്ഞില്ലേ? അപ്പൊ വാങ്ങിത്തരുന്ന പറഞ്ഞാൽ വാങ്ങിക്കൊടുത്തു. എന്നാലും തെളിഞ്ഞില്ലേ? വാങ്ങിക്കൊടുത്താലും തെളിയുള്ളൂ. ഇതാ മറ്റാളും വന്നിട്ടാ. അച്ഛോ സങ്കടം മാറിനാ? പപ്പ വാങ്ങിത്തരും പറഞ്ഞില്ലേ? ഹാപ്പി? പപ്പ വാങ്ങിത്തരുന്ന പറഞ്ഞാൽ വാങ്ങിത്തരും അല്ലേ? കാണുന്നില്ലേ? തെളിച്ചം കുറച്ച് ഓർമ്മ വാങ്ങിക്കൊടുത്താലേ തെളിയുന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ശരി, ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാം. അല്ലേ മമ്മി? എന്നാ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ ബൈ.